ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ദേ ഈ കാണുന്നതാണ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ നമ്മുടെ സുന്ദരമായ ഈ കൊച്ചി നഗരത്തോട്, നമ്മുടെ കേരളത്തോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് പറ്റി വരണ്ട കുറച്ച് മലകൾ മാത്രമാണ് കാഴ്ചയായിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സ് പോലെ തന്നെ ഒത്തിരി വിഷമത്തോടെയാണ് തിരിച്ചു വരുന്നത്. പോകുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ദുബായി എത്താനായി. പെട്ടെന്നല്ല, ഒത്തിരി ടൈം എടുത്തിട്ടാണ് എത്തിയത്. അപ്പോൾ വീഡിയോയിൽ ഇത്രയും സുന്ദരമായ ദുബായി ആയിരുന്നു, പക്ഷേ പുറത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. 42 ഡിഗ്രിയോ അങ്ങനെ എങ്ങാനും ആയിരുന്നു അന്ന് ഞാൻ പോകുന്ന സമയത്ത്. ഞാൻ കുറച്ച് വൈകിയാണ് വീഡിയോ ഇടുന്നത്. പുറത്തേക്ക് നല്ല ചുട്ട് പൊള്ളുന്ന മണൽത്തരികൾ. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ എങ്ങനെയാണ് ആൾക്കാർ ജീവിക്കുന്നതെന്ന് നമ്മൾ ഓർത്തു പോകും. ഫ്ലൈറ്റിലിരുന്ന് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ പേടിയാവും. കാരണം ഒരു ചൂട് കാറ്റിങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ കാണുകയാണ്. അങ്ങനെ ജനവാസ മേഖലയാണ്, വീടുകളും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അവിടെയായിട്ട് കുറച്ച് പച്ചപ്പ്, കുറച്ച് വെള്ളം, ഒത്തിരി മണൽ തരികൾ അല്ലെങ്കിൽ പക്ഷേ അതിനിടയിൽ നമ്മൾ നോക്കുമ്പം ഹൈടെക് റോഡ്സും ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് ദുബായ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ സർവൈവ് ചെയ്ത് പോകാമെന്ന് പറയുന്ന ആ ചൂട് മാത്രമാണ് പ്രശ്നം കേട്ടോ. ബാക്കി ആ നഗരം നമ്മളെ ശരിക്കും വിസ്മയിപ്പിക്കുന്നതാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം ഒത്തിരി പച്ചപ്പ് കാണുന്ന ഒരു സ്ഥലം കണ്ടു. അപ്പം മനസ്സിന് കുറച്ച് സമാധാനമായി. ആൻഡ് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സിറ്റിയിലോട്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒത്തിരി ബിൽഡിങ്സ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ നമ്മൾ മൊത്തം ദുബായ് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു യാത്രയിൽ. ശരിക്കും പറഞ്ഞാൽ കാഴ്ചയൊന്നും കാണാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല. എന്നാലും ഇത്രയും അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കിപ്പോവുമല്ലോ. പിന്നെ ഇത്രയും ചൂടിലും ഈ എയർപോർട്ട് ഇങ്ങനെ വൃത്തിയാക്കുന്ന ആൾക്കാരെ കാണുമ്പോണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ഭുതവും അതേപോലെ തന്നെ സങ്കടമാണ് കേട്ടോ തോന്നുന്നത്. അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് അടുത്ത ടെർമിനലിലോട്ട് പോകണം. ഒത്തിരി വലിയൊരു എയർപോർട്ടാണ്. അപ്പോൾ നമ്മൾ ബഗ്ഗിയിലാണ് പോയത്. അതുകൊണ്ട് അത്യാവശ്യം നേരത്തെ എത്തി. അങ്ങനെ നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് പിടിച്ചു. ആൻഡ് ഈ ഫ്ലൈറ്റിലെ മീലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒത്തിരി നേരം ഇരുന്ന് കരയുമായിരുന്നു. അപ്പം ആ വിഷമം ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ ആ ഒരു മീലിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ ദുബായ് നഗരത്തോട് വിട പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ UK അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാഞ്ചസ്റ്റർ എയർപോർട്ട് ലക്ഷ്യമാക്കി നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇത്തവണ നമുക്ക് ഈ ദുബായിലെ ഒരു കടൽ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് കേട്ടോ. ഞാൻ ഒത്തിരി വീഡിയോസിൽ കണ്ടിട്ടുണ്ട് നമ്മളെ ഈ ദുബായ് ടൂറിസം മേഖല. ആൻഡ് ഈ ഒരു കടലിനോടനുബന്ധിച്ച് അവർക്ക് ഒത്തിരി ടൂറിസം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ ഒത്തിരി ഐലൻഡ്സ് ഉണ്ട്. അപ്പം അതിനോടൊക്കെ ഈ കാണുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്കൈ ഡൈവിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമായിരുന്നു. ആൻഡ് കുറച്ച് നേരം നമ്മൾ കടൽ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ എണ്ണ ഖനികളൊക്കെ കണ്ടു. അതിനുശേഷം നമ്മുടെ അടുത്ത മീൽ വന്നു. ആൻഡ് മീലൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയ, എന്തോ എൻ്റെ മനസ്സിൻ്റെ സങ്കടം കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് മീലൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒബ്വിയസ്ലി നമുക്കൊരു കുനാഫ കേക്കായിരുന്നു ഡെസേർട്ടായിട്ട് കിട്ടിയത്. പിന്നെ എന്തോ ഒരു പൊട്ടാറ്റോ പോലത്തെ ഒരു സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ കോഴ്സ് ഞാൻ എപ്പോഴും റൈസ് എടുക്കുന്നതുകൊണ്ട് ഇത്തവണ വെറൈറ്റിക്ക് ചിക്കൻ എടുത്തു. ആൻഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒത്തിരി തവണ വിചാരിച്ചായിരുന്നു ഫ്ലൈറ്റിലെ ലാവറ്ററി ഒന്ന് വീഡിയോ എടുക്കണമെന്ന്. ടോയ്ലറ്റാണ്. ആൻഡ് അത്യാവശ്യം സൗകര്യങ്ങളുണ്ടായിരുന്നു. ആൻഡ് അറിയാമല്ലോ, ഫ്ലൈറ്റിലെന്ന് പറഞ്ഞാൽ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റൊന്നും നമുക്ക് കിട്ടത്തില്ല. എന്നാലും ഓക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ഈ ഒരു പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം മെൻ്റലി നമ്മൾ ടയേർഡായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും അടി ഉയരത്തിലിരിക്കുമ്പം ഇതേപോലെ ഒരു റിഫ്രഷിങ് ഡ്രിങ്ക്, അതും 0 ഷുഗർ ആയിരുന്നു കേട്ടോ. ആൻഡ് അതിങ്ങനെ എൻജോയ് ചെയ്തിട്ട് പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് മുകളിലെത്തിയപ്പോൾ പിന്നെ നമുക്ക് കാഴ്ചകളൊന്നും കാണാനുണ്ടായിരുന്നില്ല. ആൻഡ് അതിനുശേഷം കുറേ ദൂരം കഴിഞ്ഞപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പം ഭൂമിയുടെ പല ഷേപ്പുകളിലുള്ള ലാൻഡ്സ്കേപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അതെനിക്ക് കുറച്ചൊരു അത്ഭുതമായിട്ട് തോന്നി. അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ ഇത് നമുക്കില്ലേ ആകാശവും അതേപോലെ തന്നെ കടലും ഒന്നായിട്ട് കാണുന്ന ഒരു കാഴ്ചയായിരുന്നു ഇത്. മേഘങ്ങളാണ് ആ കാണുന്ന വെളുത്ത കുഞ്ഞു കുഞ്ഞു പാളികളായിട്ട് കാണുന്നത്. ആൻഡ് താഴെയുള്ളത് കടലാണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഒന്നായിട്ട് കാണുന്ന ഒരു കാഴ്ചയായിരുന്നു. പിന്നെ അതേ നമ്മളെ തൊട്ടടുത്ത് കൂടി ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ടീ മീൽ കിട്ടി. സാൻഡ്വിച്ച്, പിന്നെ ഒരു കേക്ക്, പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ജാം കോംബോ, പിന്നെ കട്ട്ലറീസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 7 അപ്പ് കിട്ടി.
അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ അടുത്ത സീറ്റിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അത്രയും ടയേർഡായിരുന്നു, മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ടയേർഡായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിതേ എത്തിക്കഴിഞ്ഞു.